ഇപ്പോൾ CPIM നേതാവ് CK ശശീന്ദ്രൻ ചേരുകയാണ്. ശ്രീ CK ശശീന്ദ്രൻ, ഈ നീതി ഉറപ്പാക്കും വരെ സമരത്തിലായിരിക്കും CPIM. അതിൻ്റെ ഒരു സൂചന എന്ന നിലയിലാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച്. കോൺഗ്രസ്സുകാർ തന്നെ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുന്നു, അവർക്കിടയിലുള്ള ഒരാളെ. ഒരാളല്ല, രണ്ടുപേർ. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നേതാവുമാണ് അദ്ദേഹം. ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മകന്റെ മരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് വലിയ ശക്തമായ പ്രക്ഷോഭത്തിലാണ് CPM. ഇന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. സഹകരണ വകുപ്പ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ മന്ത്രി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. രണ്ടുപേരുടെ മരണം, അതിനിടയാക്കിയ സാഹചര്യങ്ങൾ, അതിനാരാണ് ഉത്തരവാദി എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരണത്തിനിടയായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ടീമിനെ സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് കോടി രൂപയോളം. തീർച്ചയായും ശ്രീ CK ശശീന്ദ്രൻ, ഫോണിൽ എന്തോ വ്യക്തത കുറവുണ്ട്. അതായത് ഒരുപക്ഷെ ഈ കോൺഗ്രസ്സുകാർ തന്നെ ഇദ്ദേഹത്തെ ബലിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പൈസ വാങ്ങുകയും അതിനകത്ത് മുഴുവൻ പാപഭാരം ഇദ്ദേഹത്തിലേക്ക് ചുമത്തപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ഇതിൻ്റെ മരണകാരണം കണ്ടുപിടിക്കുക, അത് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ നടന്ന വലിയ അഴിമതിയുണ്ട്, അതുകൂടി എത്തുക എന്നതാണ് CPIM-ന്റെ ലക്ഷ്യം, അല്ലേ ശ്രീ CK ശശീന്ദ്രൻ? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പ്, അത് MLA തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളതും അതിന്റെ തട്ടിപ്പിന്റെ ഭയാനകത കുറേയും കൂടി വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിളിച്ചത് വരേണ്ടതുണ്ട്, പൊതുസമയം അറിയേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും ഒത്തിരി ആയിരിക്കില്ല. വയനാട്ടിൽ തന്നെ കോൺഗ്രസിന്റെ നേരത്തെ ഒരു ജോൺ എന്ന് പറഞ്ഞൊരു നേതാവ് ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നത്. അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തിരുന്നത്. പ്രതാപചന്ദ്രന്റെ കഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വരികയാണ്. ഒരു പാർട്ടി എത്രമാത്രം ജീർണിച്ചു പോകാം എന്നതിന്റെ കൂടെ ഭാഗമായി ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി ഏതോന്നൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഒരു സാധാരണ പൗരൻ എന്ന നിലക്ക് അദ്ദേഹം നിസ്സഹായാവസ്ഥയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമുണ്ട്. പൊതു പ്രസ്ഥാനം എന്ന നിലക്ക് CPM-ന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് പാർട്ടി ഏറ്റെടുത്ത് ഇന്ന് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വസ്തുതകളും വെളിച്ചത്ത് വരണം, കുറ്റക്കാരെ മുഴുവൻ ശിക്ഷിക്കപ്പെടണം. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ശ്രീ CK ശശീന്ദ്രനാണ് പ്രതികരിച്ചത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയ നിഗൂഢതകളുണ്ട്, വലിയ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ശ്രീ വിജയൻ്റെയും മകൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പശ്ചാത്തലം പൊതുജനങ്ങൾക്കത് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ സമരം. ഇതൊരു തുടക്കം മാത്രമാണ്. നീതി കിട്ടും വരെ സമരത്തിലേക്ക് തുടരുക തന്നെ ചെയ്യുമെന്ന് കൂടി CPIM പറയുന്നുണ്ട്. CK ശശീന്ദ്രനാണ് പ്രതികരിച്ചത്.